വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നും ബർത്ത്ഡേ ആഘോഷം. ഒരു ഭാഗത്ത് നല്ല ഗംഭീര ഫുഡ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുഴങ്ങി നീങ്ങുന്ന ചെറുതോണികളുടെ കിടിലൻ ആംബിയൻസും. എവിടെയാ? കണ്ണൂർ പറശ്ശിനിക്കടവാണ്. അപ്പോൾ പറശ്ശിനിക്കടവിൽ ശ്രദ്ധേയമാകുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി. ഒരു പുഴയുടെ നടുവിൽ ഒരു ബോട്ടിലിരുന്ന് നമുക്കിഷ്ടപ്പെട്ട കുറേ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ടേബിളിലും നിരത്തി ആവശ്യമുള്ളതൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ്. അതൊരു കിഡിലൻ ആംബിയൻസ് ആയിരിക്കും അല്ലേ? അതേപോലെയാണ് കണ്ണൂർ പറശ്ശിനിക്കടവിലുള്ള ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. വളപട്ടണം പുഴയിലാണ് പുഴയുടെ മുകളിൽ പൊന്തിക്കിടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വിഭവങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലുണ്ട്. അത് കഴിച്ചുകൊണ്ട് ഇതിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ചുറ്റിലും വെള്ളമാണ്. ഒരു ഹൗസ് ബോട്ടിൽ കയറിയ ഫീലിംഗ് ആണ് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ തോന്നുന്നത്. വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ. അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഹൗസ് ബോട്ട് അങ്ങനെ പോകുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തിങ്ങനെ കാണുന്നു. മറ്റ് ഡിസ്റ്റർബൻസുകളൊന്നുമില്ല. നമ്മൾ ഏതോ ഒരു സ്വർഗ്ഗലോകത്തെത്തിയതുപോലെ നമുക്കൊരു ഫീല് തോന്നും. അതിനോടുകൂടെ നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ കൂടിയാകുമ്പോഴോ സംഗതി കളറാകും, മറ്റൊരു ലെവലാവും. അതെ അതെ, വളരെ ഗംഭീരമായി തന്നെയാണ്. എല്ലാവർക്കും വളരെ ഹാപ്പിയാണ്. നമുക്ക് ഇവിടുന്ന് പറശ്ശിനിക്കടവ് പാലമുണ്ട്. ആ പാലത്തിൽ ഇനി അടുത്ത വർഷമാകുമ്പോഴേക്ക് മുഴുവൻ പ്രകാശമയമായ രീതിയിൽ ലൈറ്റിംഗ് അടക്കം വരാൻ പോവാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ വരുന്ന അമ്പലത്തിൽ വരുന്ന ആളുകൾക്ക് വളരെ അധികം മാനസിക ഉല്ലാസത്തോടെ തിരിച്ചു പോകാവുന്ന രീതിയിലേക്കാണ് നമ്മളിവിടെ പറശ്ശിനിക്കടവിൻ്റെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുഴഞ്ഞു നീങ്ങുന്ന ചെറു തോണികൾ, മീൻ പിടിക്കാനുള്ള ചെറു സംഘങ്ങൾ, അതൊക്കെ വളരെ മനോഹരമായ കാഴ്ചയാണ്. മീനൊക്കെ കിട്ടുമോ? ഉണ്ടോ? അതെല്ലേ. ഭക്ഷണം കഴിച്ചും തണുത്ത കാറ്റാസ്വദിച്ചും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് വൈബാണ്. വരാൻ തോന്നുന്നുണ്ടോ? എന്നും വരുമോ? എന്നും വരൂ. ഉമ്മാനോടൊക്കെ പറയണോ ഇനി ഇങ്ങോട്ട് വരാൻ? പറയോ? അത്ര ഇഷ്ടമായി. സേവ് ദ ഡേറ്റ് ലൊക്കേഷനായും ചെറിയ സൽക്കാരങ്ങൾക്കും പാർട്ടികൾക്കും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഇഷ്ട ലൊക്കേഷനാണ്. നല്ല ആംബിയൻസ് ആണ്. അതെ, നമ്മള് വീട്ടില് ഫംഗ്ഷൻ നടത്തി, ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് കണ്ണാപ്പിക്ക് 11ാമത്തെ ബർത്ത്ഡേ ആശംസ. ഇത്രയും നേരം നമ്മൾ ഇരുന്നതും ഭക്ഷണം കഴിച്ചതുമൊക്കെ ഇതാ പിന്നിൽ കാണുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലാണ്. പുഴയുടെ നടുവിലുള്ള ആ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് എത്ര മനോഹരമാണെന്ന് പറശ്ശിനി പാലത്തിന് മുകളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും അടിപൊളിയായിരുന്നു ആ ആംബിയൻസും ഭക്ഷണവും ഒക്കെ. വീഡിയോ ചാനൽ സ്ലിമേഷ് ചെറുപഴിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ. അപ്പൊ കണ്ണൂരിൽ പോകുന്നവർ മാത്രമല്ല, കണ്ണൂരിലുള്ളവർ മാത്രമല്ല, കണ്ണൂരിൽ പോകുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ ഒരിടമാണ് നമ്മുടെ അർജുൻ കല്യാട് കാണിച്ചു തന്നിരിക്കുന്നത്. വിഷ്വലുകളൊക്കെ കാണുമ്പോൾ തന്നെ പോവാനൊക്കെ ഇപ്പൊ തന്നെ തോന്നി തുടങ്ങി. എന്തായാലും ഒരു ദിവസം നമുക്ക് പോവാം.